ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹാങ്ങിങ് വിങ്കയെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹാങ്ങിങ് വിങ്ക എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ ബ്രാഞ്ചുകളൊക്കെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി വളരുന്ന ടൈപ്പാണ് കേട്ടോ ഹാങ്ങിങ് വിങ്ക എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റുകളിലൊക്കെ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. അല്ലാതെ ഹാങ്ങിങ് ബാസ്ക്കറ്റ് അല്ലാത്തതിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹാങ് ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിപ്പം ഒരു സ്റ്റാൻഡിൽ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഹാങ്ങിങ് വിങ്ക ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമുക്ക് അതിൻ്റെ പരിചരണത്തിലോട്ട് പോകാം കേട്ടോ. നമുക്ക് ഈ ഹാങ്ങിങ് വിങ്കയ്ക്ക് ഡെയിലി ഒരു 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ കറക്റ്റ് സൺലൈറ്റ്, ഡയറക്റ്റ് തന്നെ സൺലൈറ്റ് കിട്ടണം കേട്ടോ. തണലിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലോ നമുക്ക് മഴക്കാലം ആയാലോ ഒക്കെ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് ചെറുതായിട്ട് സൈസൊക്കെ കുറഞ്ഞ് പിന്നെ നമുക്ക് പൂക്കൾ താരതമ്യേന വെയിലുള്ളതിനേക്കാളും നമുക്ക് പൂക്കൾ നല്ല കുറവായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ എക്സാക്റ്റ് കളർ കിട്ടണമെങ്കിലും നമുക്ക് നല്ല സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് പൂവിൻ്റെ കളർ കിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇതിനെ വെയിൽ കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഡ്രെയിനേജ് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഡ്രെയിനേജ് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പോട്ട് മിക്സായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഗാർഡൻ സോയിലും ചകിരി കമ്പോസ്റ്റുമാണ് കേട്ടോ. പിന്നെ ചാണകപ്പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കുറച്ച് പഴകിയ ചാണകപ്പൊടി, നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടി ആണെങ്കിൽ കുറച്ച് നമുക്ക് ചാണകപ്പൊടിയും ചേർക്കാം. പിന്നെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റ് ചേർക്കാം. ഞാൻ എല്ലാത്തിലും പെർലൈറ്റ് ചേർക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം നമ്മൾ കുറച്ച് ഒഴിക്കുമ്പോൾ കൂടിപ്പോയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ കുറച്ചും കൂടി നമുക്ക് അത് പെർലൈറ്റ് ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിനെ കുറച്ചും കൂടി അതിങ്ങനെ അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെർലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം, നമുക്ക് ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. വെള്ളം അധികമായിപ്പോയാൽ എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് ചീഞ്ഞു പോകും. വേരൊക്കെ ചീഞ്ഞിട്ട് ചെടികൾ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും എന്താ എൻ ബി കെ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ എൻ ബി കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ചുവട്ടിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, പൂക്കളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ ബി കെ എടുക്കുന്ന അളവ് എത്രയാണെന്ന് വെച്ചാൽ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി സേഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവേ. ചാണകപ്പൊടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടി തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഡി എ പി കുറച്ച് ഞാനൊരു 10-15 ദിവസം കൂടുമ്പോൾ കുറച്ച് ഡി എ പിയും കൂടെ ഇട്ട് കൊടുക്കുവേ. അത് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുമെന്ന് അറിയത്തില്ല, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ പൂക്കൾ ഇങ്ങനെ ഉണങ്ങുന്നതനുസരിച്ചിട്ട് നമ്മളതിനെ മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ഈ കളകളും പൂക്കളൊക്കെ വീണിട്ട് ചീഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. ചട്ടികൾ നമ്മളെപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിന് തളിർപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ, മുകളിൽ നിന്നൊരു 2 ഇല വിട്ടിട്ട് നമ്മളതിനെ നുള്ളി കൊടുക്കണം കേട്ടോ. എന്നാൽ ശരിക്കും ബ്രാഞ്ച് ഉണ്ടാവും. എനിക്ക് ഈ നിൽക്കുന്ന ഇപ്പം നിങ്ങൾ കാണുന്ന ചെടികളൊക്കെ ഇനി പുതിയതായിട്ട് മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. പഴയ മദർ പ്ലാന്റൊക്കെ വേറെ സൈഡിലുണ്ട്. അത് നമ്മൾ കട്ടിങ്സൊക്കെ എടുത്തെടുത്ത് പ്രൂൺ ചെയ്ത് ഇനി നന്നായിട്ട് ബ്രാഞ്ചുകളൊക്കെ ആയി വരണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. ഇതിപ്പം ഞാൻ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് മദർ പ്ലാന്റ് ആക്കാൻ വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. പിന്നെന്താ നമ്മൾ പറയുക അടുത്തത്, പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ രോഗങ്ങളെ പറ്റിയാണല്ലോ. ഇതിന് മഴക്കാലത്ത് നമുക്കൊരു ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഇലകളിലൊക്കെ ഒരുതരം കുത്തായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിന് നമ്മൾ കോപ്പർ ഓക്സിക്ലോറൈഡ് കേട്ടോ, അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് സാഫും രണ്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. സാഫാണ് എല്ലാവരുടെയും കയ്യിൽ ഉള്ളതെങ്കിൽ സാഫ് ചെയ്ത് കൊടുത്താൽ മതി.
അതല്ല ഈ കോപ്പർ ഓക്സി ക്ലോറൈഡ് വാങ്ങാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുവാണെങ്കിൽ അസുഖം ചെറുതായിട്ടൊക്കെ നമുക്ക് അസുഖം ബാധിച്ച ചെടികളാണെങ്കിലും അത് ചെയ്ത് കൊടുത്താൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. സാഫാണെങ്കിൽ നമ്മൾ അസുഖം വരുന്നതിന് മുന്നേ നമ്മൾ സാഫ് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താലും ചെടിയെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ ചെടി അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോപ്പർ ഓക്സി ക്ലോറൈഡ് ചെയ്ത് കൊടുത്ത് ഒരു പരിധി വരെയൊക്കെ ചെടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ പിക്ക് ഇട്ടേക്കാം കേട്ടോ, അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ അതെടുക്കുമ്പോൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മീലി ബഗ്സ്, അതൊരു മെയിൻ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് മാജിക്കാണ് കേട്ടോ. മാജിക്ക് വാങ്ങാൻ കിട്ടും, ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഒരു ചെറിയ അളവ്, അതായത് ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു മില്ലി എന്ന് പറയാം, അത് 1 ലിറ്റർ വെള്ളത്തിൽ അധികം ആവരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഓർഡറില്ലേ, 100 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത അതിൻ്റെയാണ്. അടുത്ത തിങ്കളാഴ്ച അയക്കാൻ വേണ്ടി കുറച്ച് പേർക്ക്, ഒരു 5 പേർക്കൊക്കെ അയക്കാം കേട്ടോ. ബാക്കി വെയിറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ കോപ്പർ ഓക്സി ക്ലോറൈഡിൻ്റെ പിക്ക്. ഇതാണ് കേട്ടോ നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.